വെറുപ്പിൽ നിന്നും വിജയം കൈവരിച്ചവൾ ആരെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാം അത് രേണു സുധിയെന്ന്. വിധവയായ ഒരു സാധാരണയിലും സാധാരണ സ്ത്രീ ജീവിക്കാൻ അവർ നടത്തുന്ന പ്രയത്നം, അതിനെ നോക്കി എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു. ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേയറ്റം, ഇരട്ടപ്പേരുകൾ ധാരാളം. നിനക്ക് ജീവിക്കാനാണേ തൊഴിലുറപ്പിന് പോടി എന്ന് കമൻറ്റിട്ടവരിൽ അധികവും സ്ത്രീകളായിരുന്നു എന്നത് ശ്രദ്ധേയം. അവരുടെ മേലേക്ക് ചുരിഞ്ഞിട്ട വെറുപ്പും അധിക്ഷേപവും അവരുടെ വളർച്ചയ്ക്ക് വളമായി തീരുമെന്ന് ഇവർ അറിഞ്ഞതേയില്ല. നല്ലൊരു വിഭാഗം ആൾക്കാരും അവരെ വെറുക്കുന്നുണ്ട്. ആ വെറുപ്പുമായി അവർ സോഷ്യൽ മീഡിയയിലൂടെ രേണു സുധിയുടെ പിന്നാലെ നടപ്പാണ് എന്ന ഒറ്റ കാരണം മനസ്സിലാക്കിയാണ് അവരെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. പലരും എത്താൻ വർഷങ്ങളോളം കഠിനമായി പ്രയത്നിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ആ വേദി ഇവർക്കായി തുറന്നു കൊടുത്തപ്പോൾ മുതൽ പത്തി മടക്കി തുടങ്ങിയതാണ് നമ്മുടെ വെറുപ്പിൻ്റെ മൊത്ത കച്ചവടക്കാർ. നമ്മളെ നിരന്തരം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകളാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യനല്ലേ, ചിലപ്പോൾ കാലിടറിപ്പോയേക്കാം, പക്ഷേ പാടില്ല. അവിടെ നിന്നെല്ലാം നമ്മൾ പതറാതെ ഇടറാതെ മുന്നേറണം. അതിനുള്ള പോഷണമാണല്ലോ നമുക്ക് വെറുപ്പായി നൽകുന്നത്. വീട്ടിൽ കുത്തിയിരുന്ന് അവരുടെ വീഡിയോകൾക്കടിയിൽ പല്ലിക്കുഞ്ഞെന്നും മറ്റും വിളിച്ചിരുന്നവർ, കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നവർ, നിങ്ങളൊക്കെ ഇപ്പോഴും ഇരുന്നിടത്ത് തന്നെയല്ലേ തുടരുന്നത്? പക്ഷേ നിങ്ങൾ വാക്കുകൾ കൊണ്ട് കല്ലെറിഞ്ഞവൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ കാരണം ഇന്നവൾ ആരുടെ മുന്നിലും പതറാതെ സംസാരിക്കാൻ പഠിച്ചു, മുഖമുയർത്തി മറുപടി പറയാൻ പഠിച്ചു, വലിയ ജനസദസ്സിന് മുന്നിൽ ധൈര്യത്തോടെ പാടാനും ആടാനും പഠിച്ചു. ഇപ്പോൾ അവൾക്കെതിരെ തൊടുത്തുവിടുന്ന വെറുപ്പിൻ്റെ അമ്പുകളെ തൻ്റെ ഇടത്തോട് നേരിടാനും പഠിച്ചു. നിങ്ങൾ താഴ്ത്താൻ ശ്രമിക്കും തോറും അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. കാരണം അവളെ നിങ്ങൾ അത്രമേൽ ആക്രമിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ പോരാട്ട നാളുകളാണ്. ഇത് നമുക്കും ബാധകമാണ്. നമ്മളെ വേദനിപ്പിക്കുമ്പോൾ കരഞ്ഞു തളർന്നിരുന്നു പോയാൽ അവിടെ ഇരിക്കാനേ കഴിയൂ. അധിക്ഷേപങ്ങളിൽ പേടിച്ചു ഓടിപ്പോയാൽ എന്നും ഓടാനും ഒളിച്ചിരിക്കാനുമേ സാധിക്കൂ. അധിക്ഷേപങ്ങളെയും വെറുപ്പിനെയും നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ആയി കാണുക. തളർന്നിരിക്കാതെ കൂടുതൽ ശക്തിയോടെ മുന്നേറുക. അപ്പോൾ രേണു സുധി പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഫ്ലവർ അല്ലടാ, ഫയർ ആണെന്ന്.